ജയേട്ടൻ ഞങ്ങൾ സിംഗേഴ്സിൻ്റെയൊക്കെ ഒരു സുഹൃത്തുമായിരുന്നു, ഒരു ഗുരുവായിരുന്നു, അല്ലെങ്കിൽ ഒരു അച്ഛൻ്റെ സ്ഥാനത്തോ ഒക്കെ തന്നെയാണ് കണ്ടിരുന്നത്. പലപ്പോഴും അദ്ദേഹം ഇതെല്ലാമായിരുന്നു ഒരേ സമയത്ത് തന്നെ. ഞങ്ങളുടെ പല പാട്ടുകളൊക്കെ കേട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്ന കാര്യത്തിലൊക്കെ ആണെങ്കിൽ അദ്ദേഹം അത്രത്തോളം ഒരു സീനിയോറിറ്റി കാണിക്കാതെ നമ്മുടെ അടുത്ത് നിന്ന് പെരുമാറിയിട്ടുള്ളൊരു മാന്യദേഹമാണ് നമ്മുടെ ജയേട്ടൻ. നമുക്കറിയാം ജയേട്ടന് കുറച്ച് നാളായിട്ട് വയ്യാതിരിക്കുകയായിരുന്നു. ആ യാഥാർത്ഥ്യം നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും എന്നാൽ പോലും ഇത് കുറച്ച് നേരത്തെ ആയില്ലേ എന്നുള്ളൊരു സങ്കടമാണ്. കാരണം ഈ അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം പാടിയിരുന്നു. കഴിഞ്ഞ മാസമൊക്കെ റെക്കോർഡിങ്ങിനൊക്കെ അദ്ദേഹം സജീവമായിട്ട് പങ്കെടുത്തിരുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ കൂടി രോഗം ഭേദമാവുകയായിരുന്നെങ്കിൽ സിനിമയിലും അദ്ദേഹം സജീവമായിരുന്നേനെ. പക്ഷേ അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പമില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞേ തീരൂ. എനിക്ക് തോന്നുന്നു അദ്ദേഹം ആഗ്രഹിച്ച പ്രകാരം ഒരുപാട് ഗാനങ്ങൾ അദ്ദേഹത്തിന് പാടുവാനും അല്ലെങ്കിൽ ഈ അടുത്തുവരെ അദ്ദേഹത്തിന് പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം പാടാൻ സാധിച്ചു എന്നുള്ളതും വലിയൊരു കാര്യമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം എപ്പോഴും ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ ഒരു റെക്കോർഡിംഗ് ആണെങ്കിലും ശരി, സ്റ്റേജ് ഷോ ആണെങ്കിൽ ശരി, അതല്ലാതെ ഒരു സുഹൃത്ത് സംഗമമാണെങ്കിൽ പോലും എപ്പോഴും പാടുക എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടാണെങ്കിലും മറ്റുള്ളവരുടെ പാട്ടാണെങ്കിലും അതൊരു ഫീമെയിൽ സോങ്സ് ആണെങ്കിലും അദ്ദേഹം പാട്ട് പാടി മറ്റുള്ളവരെ രസിപ്പിക്കുക എന്നുള്ളതായിരുന്നു ജയേട്ടൻ്റെ ഏറ്റവും വലിയൊരു ഇഷ്ടവിനോദം. എന്തായാലും ദൈവം അത് അദ്ദേഹത്തിന് നൽകിയെന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. ഈ വേദനയുടെ ലോകത്തുനിന്ന് ദൈവം അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി എന്ന് നാം വിചാരിച്ചാൽ മതി എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.